ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് അവർ ചാനൽ. എല്ലാവർക്കും ഞങ്ങൾ ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളങ്ങനെ വീഡിയോ ഒന്നും ഇടാറില്ല കേട്ടോ. എപ്പോഴെങ്കിലും വല്ലപ്പോഴും ഒരു വീഡിയോ ഇടാറുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കാണുമോ ഇല്ലയോ ഒന്നും അറിയില്ല, എന്നാലും ഞാൻ ഇടുവാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തണം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓൺ വോയിസിൽ വീഡിയോ ഇടുന്നത്. എങ്ങനെയാവും എന്താകുമെന്ന് ഒരു പിടുത്തമില്ല. എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ കണ്ടാൽ മാത്രമേ ഇന്ന് സക്സസ് ആകുമെന്ന് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ കണ്ടില്ലെങ്കിൽ സക്സസ്സും അല്ല. സക്സസ് ആയെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുള്ളൂ. എനിക്ക് അങ്ങനെ സബ്സ്ക്രൈബ്സ് ഒന്നും ഇല്ല കേട്ടോ. ആകെ 23 സബ്സ്ക്രൈബറേ ഉള്ളൂ. നിങ്ങളെല്ലാവരും കണ്ടാൽ മാത്രമേ ഞങ്ങൾക്ക് ഒരു വിജയം ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് ഇച്ചിരി ലെങ്തി വീഡിയോ ആയതുകൊണ്ട് ഞാനത് ഇച്ചിരി ഫാസ്റ്റായിട്ടേക്കാണ്. കാരണം നിങ്ങൾ കണ്ട് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചാണ്. ഇത് ഞങ്ങളൊരു ഓഫ് റോഡ് അപാരത എന്ന് പറയും. ഞങ്ങൾ ജനിച്ച് വളർന്ന സ്ഥലമാണിത്. ഞങ്ങൾ മലയിൽ പോവാന്നൊക്കെ പറയും. കടമ്പയിലാണ് സ്ഥലം. അപ്പോൾ ഞങ്ങളവിടെ പോയി കുറച്ച് മാങ്ങ പറിക്കാനുണ്ട്, ചക്ക പറിക്കാനുണ്ട്. പിന്നെ പിള്ളേർക്കൊക്കെ ഒരു എൻജോയ്മെൻ്റ് ആവുമല്ലോ. അപ്പോൾ അതോർത്താണ് ഞങ്ങൾ പോയത്. പിന്നെ പോകാൻ മെയിൻ കാരണം മാമൻ പുതിയ ജീപ്പ് വാങ്ങി. ജീപ്പ് വാങ്ങിയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ജീപ്പിലായിട്ട് മാമൻ്റെ ജീപ്പാണ്. പിന്നെ മാമനില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെന്തുണ്ട്, എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും കയ്യിലാണ്. ഞങ്ങളെ സക്സസ് ആണോ ഫെയിലാണോ എന്താണെന്ന് ഇരിക്കുന്നത് നിങ്ങളുടെ കയ്യിലാണ്. കാരണം നിങ്ങളാണ് ഇത് വിജയിപ്പിച്ച് തരേണ്ടത്. എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് യൂട്യൂബ് തുടങ്ങി നോക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ തുടങ്ങിയതാണ്. തുടങ്ങിയിട്ട് കുറേ, പക്ഷേ ഇതിനകത്ത് വീഡിയോസൊന്നും അങ്ങനെ ഇടരില്ല. എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. അപ്പം എൻ്റേതായ ഐഡിയയിൽ ഞാൻ ഇടുവാണ്. പിന്നെ എങ്ങനെയുണ്ട് സ്ഥലങ്ങളൊക്കെ? ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ ഇപ്പോഴാണ് ഈ വഴിയൊക്കെ ഇപ്പോഴും ഇത്രയെങ്കിലും ഒരു മെച്ചപ്പെട്ടത്. പണ്ടൊക്കെ ഇവിടെ കല്ലും മറ്റ് ഉരുളൻ കല്ലുകളൊക്കെ ആയിരുന്നു. ഇവിടെയൊക്കെ ഞങ്ങൾ നടന്നോ കയറിപ്പോയത്. പണ്ടൊക്കെ ഞങ്ങൾ KSRTCയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും KSRTC ഉണ്ട്. അന്നൊന്നും നമുക്ക് വണ്ടിയോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇപ്പോഴാണല്ലോ നമുക്ക് വണ്ടിയും ഇതൊക്കെ ആയത്. അതുകൊണ്ട് പണ്ടത്തെ ഓർമ്മയൊക്കെ, ഇവിടെയൊക്കെ ഇങ്ങനെയോ അല്ലായിരുന്നു. ഇങ്ങനെ കുത്തനെയുള്ള കയറ്റവും. ഇപ്പോൾ JCB കൊണ്ടൊക്കെ കുറേ നികത്തി ഒരു മാതിരി ഇപ്പം വണ്ടി കയറിപ്പോകുന്ന രീതിയിൽ ആക്കിയത് ഇപ്പോഴാണ്. ഞങ്ങളെ കുഞ്ഞിലൊക്കെ ഞങ്ങൾ എന്തോരം നടന്നു പോയിട്ടുണ്ടെന്നറിയോ. അങ്ങനെയൊക്കെ ഒരു ഓർമ്മകളുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഇപ്പോൾ ഒന്നും ആരും അവിടെ അങ്ങനെ താമസിക്കുന്നില്ല. എല്ലാവരും തന്നെ താഴോട്ടൊക്കെ ഇറങ്ങിപ്പോയി വീടൊക്കെ വെച്ച് അവിടെയാണ് താമസിക്കുന്നത്. ഒത്തിരി സ്ഥലമുള്ളവരൊക്കെ ഇങ്ങനെ മല കയറി പോകാമെന്നല്ലാണ്ട് എന്നും വെച്ച് ഞങ്ങൾക്ക് കുറേ സ്ഥലം ഉണ്ടെന്നല്ല കേട്ടോ. ഉള്ളവർ കയറിപ്പോയി അവിടെ കൃഷി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അവിടെ ആരും താമസിക്കുന്നൊന്നുമില്ല. താമസിക്കാനൊന്നും പറ്റില്ല. കാരണം എന്തെങ്കിലും ഒരു ആശുപത്രി കേസായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോകാനോ വരാനോ ഒക്കെ ഭയങ്കര പാടാണ്. അതൊന്നും ടാറൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ഓഫ് റോഡ് അപാരതയ്ക്ക് പറ്റിയൊരു സ്ഥലമാണത്. പിന്നെന്തുവാ, പിന്നെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, കുറേ വാഴയുണ്ട്, ഇഷ്ടംപോലെ വാഴത്തോട്ടമുണ്ട്, ജാതിയുണ്ട്. പിന്നെ അവിടെ കുറേ JCB കിട്ടി മാന്തുന്നുണ്ട്. എന്തിനാണെന്നറിയില്ല. എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാനായിരിക്കും. ഇവിടെ എല്ലാവരും കൃഷിക്കാരായതുകൊണ്ട് എല്ലാവരും കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. പിന്നെ മാങ്ങ പറിക്കാൻ പോകുന്നുണ്ട്. കുരങ്ങ് മാങ്ങ എന്തെങ്കിലും വെക്കുമോ ഇല്ലയോ എന്നറിയില്ല. കുരങ്ങിൻ്റെ ശല്യം ഭയങ്കരമാണ്. അതുകൊണ്ട് മാങ്ങ കിട്ടിയാൽ ഞാൻ കാണിച്ചു തരാം അടുത്ത വ്ളോഗിൽ. മാങ്ങ പറിക്കുന്നതും മാങ്ങ എന്തോരം കിട്ടി അതൊരു പറിച്ചു എന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതൊത്തിരി ഉണ്ട്, കുറച്ച് ദൂരമുണ്ട് ഇങ്ങനെ പോകാൻ. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഇട്ടതാണ് കേട്ടോ. ഉണ്ടോ,
ഇപ്പം വാഴയൊക്കെ വെട്ടി കുറേ വാഴയൊക്കെ വെട്ടി അവർ താഴെ ഞങ്ങൾ വരുമ്പോൾ അവർ വഴക്കൊലയൊക്കെ വെട്ടി കയറ്റി പോകുന്ന കണ്ടായിരുന്നു. ഇനി കുറച്ചും കൂടെ പോകണം ഞങ്ങളുടെ സ്ഥലം എത്താൻ വേണ്ടിയിട്ട്. പണ്ടൊന്നും ഇവിടെ ഒന്നും ഒരു വഴിയും ഇല്ല, ഒന്നുമില്ല. ഇപ്പോൾ എത്രയോ മെച്ചമായിട്ടുണ്ട്. അതിൻ്റെ എൻഡിങ്ങിൽ ഞങ്ങളും വേറൊരു ചേട്ടനും അത്ര പേരും മാത്രമേ ഉള്ളൂ, ബാക്കി ആരും ഇല്ല അവിടെ. ഇതിൻ്റെ ഈ മലയുടെ എൻഡിങ് എന്ന് പറയാൻ ഞങ്ങളുടെ പറമ്പാന്ന് പറയാം. പിന്നെ ഒരു കാര്യം, നിറയെ അട്ടപ്പുഴുവാണ്. ഈ ഇത്രയും വേനലായിട്ടും 1-2 മഴ പെയ്തല്ലോ, എന്നിട്ടും അട്ട. എന്നിട്ട് എൻ്റെ കാല് കയറി കടിച്ചു. ഞാനത് എടുക്കാൻ പറഞ്ഞത്, അത് കാല് കയറി കടിച്ചപ്പോൾ എന്താ പറയണ്ടേ, ആകെ ഒരു ഇതില്ലേ നമുക്കൊരു അറപ്പ്. അതിങ്ങനെ കടിച്ചപ്പോൾ ആകെ അതെന്തോ ആയി. അപ്പം ഞാനെന്ത് ചെയ്തു, അതിനെ കളയാനുള്ള തത്രപ്പാടിൽ മറന്നുപോയി. അല്ല നിങ്ങൾക്ക് കാണിച്ചു തരായിരുന്നു. കുറച്ച് ഉപ്പ് വെള്ളം ഒഴിച്ചാൽ മതി, അതങ്ങ് പോകും. പിന്നെ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് എന്തുള്ളൂ, വിജയമുള്ളൂ. പിന്നെ അതുപോലെ നിങ്ങൾ കമൻ്റ് ഇടണം, ഷെയർ ചെയ്യണം, ലൈക്ക് അടിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കണം. ഓക്കെ. പിന്നെ ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമാവും, അല്ലാത്തവർക്ക് ഇഷ്ടമുണ്ടാവില്ല. പിന്നെ എനിക്കിങ്ങനെ പറയാനൊന്നും അറിയില്ല, നല്ലൊരു വീഡിയോ ഒന്നും അല്ലയെന്ന് എനിക്കറിയാം. ഇങ്ങനെ പോകെ നല്ലൊരു വ്ളോഗറായി മാറട്ടെ എന്ന് ഞാൻ തന്നെ പ്രാർത്ഥിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അതിന് സപ്പോർട്ടായിട്ട് നിങ്ങളും വേണം, എന്നാൽ മാത്രമേ ഇത് നടക്കൂ. പിന്നെ പോണ വഴിക്ക് കുരങ്ങിനൊന്നും കണ്ടില്ല കേട്ടോ. അവിടെയുണ്ട്, മലയിലുണ്ട് ഇഷ്ടംപോലെ കുരങ്ങ്. പിന്നെ ചെറുതുറങ്ങി, നല്ല ഉറക്കം. ഞങ്ങൾ അരിയും സാധനമൊക്കെ ആയിട്ടാണ് പോണത്. അവിടെ ചെന്നിട്ട് വേണം കഞ്ഞി വെക്കാൻ. കഞ്ഞി വെച്ചിട്ട് വേണം കഞ്ഞി കുടിക്കാൻ. ചമ്മന്തി അരയ്ക്കണം. പിന്നെ ഇതാണ് ഡ്രൈവർ ജിനു പീറ്റർ. ഇതാണ് മാമൻ്റെ വണ്ടി, കുരിശിങ്കൽ വണ്ടി, ഓഫ് റോഡ് വണ്ടി. ചേട്ടന് പറയാം, എന്താ പറയുക. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നാണ് ഇറങ്ങി വന്നത്. ഇതാണ് മലയിലെ വീട്. ഇവിടെ ആരും താമസിക്കുന്നൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ വരുമ്പോൾ മാത്രം ഇങ്ങനെ റബ്ബർ വെട്ടുന്ന ചേട്ടന് ഇവിടെ റബ്ബർ വെട്ടി ഡ്രസ്സൊക്കെ ഊരിയിട്ടു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നുമില്ല കേട്ടോ ഇവിടെ. എന്നാൽ ഓക്കെ, ബൈ.